ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ 2 ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. 2 ഓർഡർ ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ ഈ മൽഹാർ ലേബൽ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നിട്ട് ഞാൻ ഈ വൈറ്റ് ലേസ് വെച്ചിട്ടുള്ള ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓർഡർ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു അനക്കം ഇല്ലായിരുന്നു. അങ്ങനെ അവരൊക്കെ മെയിൽ അയച്ചു, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, വിളിക്കാൻ നോക്കി, ഇപ്പോൾ നമ്പർ സ്വിച്ച് ഓഫ്, അങ്ങനെ ഒരു തരത്തിലും കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് പിന്നെ ഒത്തിരി ദിവസം കഴിഞ്ഞ് കണക്ട് ചെയ്ത് കിട്ടിയപ്പോഴത്തേനും വാട്സപ്പിൽ അവർ മെസ്സേജ് അയച്ചു, ഡിലേ ആവും എന്നുള്ളത്, ക്രിസ്മസിന് മുന്നേ കിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ യാമി ഡിസൈൻസിൽ നിന്ന് ഒരു ഡ്രസ്സും കൂടെ ഓർഡർ ചെയ്തു. അത് വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൽ ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു. ഇത് പ്യൂമയുടെ ഒരു ഷൂ ഞാൻ അടുത്തിടെ വാങ്ങിച്ചതായിരുന്നേ. അപ്പം ഇന്ന് ഫ്രോക്ക് കിട്ടപ്പോഴത്തേന് ആ ഷൂ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞാൻ രാവിലെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ഓഫീസിൽ ഡിസംബർ 1 തൊട്ടിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാൻ നോക്കി. നമുക്ക് ടൈമൊക്കെ കുറവായതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് ശരിക്കും സ്റ്റാറാണ് ഉദ്ദേശിച്ചത്. ഉണ്ടാക്കി വന്നപ്പോൾ അതിന് എനിക്ക് തോന്നിയത് കേക്കായിട്ടൊക്കെ വെക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഓരോരോ ഡെക്കോഴ്സൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ എന്താണെന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ലാവിയുടെ ഒരു ബാഗ് ഞാൻ റീസെൻ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പേഴ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാർട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നേ. ആ സെയിം സാധനം തന്നെയാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പം ഞാൻ കുറച്ചേറെ സർപ്രൈസ്ഡ് ആയിരുന്നു ആ ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേന്. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് രാവിലെ തന്നെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുമായിരുന്നേ. എങ്ങനെയായാലും നമുക്കതൊരു സർപ്രൈസ് ആണല്ലോ, നമ്മളെ ആർക്കായിരിക്കും കിട്ടിയെന്നുള്ളത്. അങ്ങനെ രാവിലെ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഇതാണ് കേട്ടോ. കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഇയറിങ്സ് ആണ്, നല്ല ഭംഗിയില്ലേ. ഇത് ഈ ബ്ലൂ കളർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2 ചോക്ലേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ലാവിയുടെ ഞാൻ പറഞ്ഞ പേഴ്സ്, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, അതായത് ഒരുപാട് സ്ഥലമുണ്ട്, അറകളുണ്ട് അതിനകത്ത്. ഇത് ചെറിയൊരു ക്രിസ്മസ് കാർഡ്, അതെന്ന് വെച്ചാൽ തീരെ ചെറുതാണ്. ഇപ്പം ക്രിസ്മസ് കാർഡൊന്നും അങ്ങനെ കാണാനായിട്ടില്ലല്ലോ. അങ്ങനെ ക്രിസ്മസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലൈറ്റ് കത്തുന്ന ഒരു പാവ പോലത്തെ സംഭവമാണ്. അത് നേരിട്ട് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നമ്മൾ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടന്നേ. റെഡ് വെൽവെറ്റ് ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വൈൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മൾ വേറെ കുറച്ച് പ്ലം കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ആ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് ഈ ട്രീയുടെ ഷേപ്പുള്ള ഈ കേക്ക്. നല്ല വെറൈറ്റി അല്ലേ, ടേസ്റ്റും ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഇത് ക്രിസ്മസ് തീമിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 5 ഗെയിം ഉണ്ടായിരുന്നു. 2 എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ മന്തി മനസ്സിലെ ഒരു മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു.